വിന്നേഴ്സ് അക്കാഡമിയുടെ 27ാമത്തെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. I have an experience of more than 41 years in teaching, especially in accounting. നമ്മളിപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി, ഓവർഹെഡ്സ് പാഠം നമ്മൾ പഠിച്ചു. ടുഡേ വി ആർ ഗോയിങ് ടു അനലൈസ് another chapter, that is contract costing. Contract costing is a method of costing adopted in undertakings who engaged in the contract work. Contract means an agreement between two parties, that is contractor and contractee. ജോലി വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നവൻ കോൺട്രാക്ടറും ആർക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത് അവൻ കോൺട്രാക്റ്റി. കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട്. Contract account is an account prepared by the contractor in order to find out the profit of each contract. ഓരോ കോൺട്രാക്റ്റിൻ്റെയും ലാഭം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കോൺട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഇപ്പോൾ ഒരു കോൺട്രാക്ടർക്ക് ബിൽഡിംഗ് കോൺട്രാക്റ്റ് ഉണ്ടാവും, റോഡ് പണി ഉണ്ടാവും, പാലം പണി ഉണ്ടാവും, കെട്ടിടം പണി ഉണ്ടാവും. ഇത് ഏതാണ് കൂടുതൽ ലാഭകരമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വരയ്ക്കുന്ന അക്കൗണ്ടാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഓരോ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഉണ്ടോ? ആർക്ക് വേണ്ടിയാണ് കോൺട്രാക്റ്റ് പണി ഏറ്റെടുക്കുന്നത് അവനെയാണ് കോൺട്രാക്റ്റി എന്ന് വിളിക്കുക. കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണമാണ് കോൺട്രാക്ടർക്ക് ഇൻകം. അപ്പോൾ ഇൻകമായിട്ട് ഒരേ ഒരു ഐറ്റം വരുള്ളൂ, കോൺട്രാക്റ്റിയുടെ നിന്ന് കിട്ടിയ പണം, ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ കോൺട്രാക്റ്റ്. പിന്നെ യൂഷ്വൽ എക്സ്പെൻസസ് സച്ച് ആസ് മെറ്റീരിയൽസ്, ലേബർ എക്സ്പെൻസ്, ദീസ് ആർ ദ കോമൺ ഐറ്റംസ് ഡെബിറ്റഡ് ഇൻ ദ കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഇവിടെ വരുന്നത് ബൈ കോൺട്രാക്റ്റി, ദി എമൗണ്ട് ഡ്യൂ ഫ്രം കോൺട്രാക്റ്റി, കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട്. ഇതാണ് കോമൺ ഐറ്റംസ് ആയിട്ട് വരിക. ഈ കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് എമൗണ്ട് കിട്ടണമെങ്കിൽ കോൺട്രാക്റ്റ് ഒരു വർഷത്തിനുള്ളിൽ തീർത്തിരിക്കണം. ഇതെല്ലാ വർഷവും വരയ്ക്കുന്ന അക്കൗണ്ടാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട്. അപ്പോൾ ദ കോൺട്രാക്റ്റ് വർക്ക് ഒരു വർഷത്തിനുള്ളിൽ തീർക്കുമ്പോഴാണ് കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് പണം കിട്ടുക, അല്ലെങ്കിൽ പണം കിട്ടില്ല. അപ്പോൾ നമ്മൾ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിലൊന്നാണ് എന്താണ് വർക്ക് സർട്ടിഫൈഡ്. ഇത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അൺകംപ്ലീറ്റ് കോൺട്രാക്റ്റിനാണ് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് മീൻസ് ദി ആർക്കിടെക്ട് ഓർ സർവേയർ ഓഫ് ദി കോൺട്രാക്റ്റി വിൽ ഇൻസ്പെക്ട് ദ സൈറ്റ് ആൻഡ് he give a certificate to state that certain work have been satisfactorily completed. എത്ര പണി ചെയ്തു എന്നറിയുന്നതിന് വേണ്ടി കോൺട്രാക്റ്റിയുടെ ഏജൻറ്റ്, അത് എൻജിനീയർ ആകാം, ആർക്കിടെക്റ്റ് ആകാം, സർവേയർ ആകാം, ആരെങ്കിലും സൈറ്റിൽ പോയി പണി നോക്കി വിലയിരുത്തിയിട്ട് 100% പൂർത്തിയായ പണി ഇത്രയാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നു. അതിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റി എന്നുള്ളത് മാറിയിട്ട് വർക്ക് സർട്ടിഫൈഡ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന പ്രധാനപ്പെട്ട ഐറ്റം. ഇത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിനാണ് ബാധകം, വർക്ക് സർട്ടിഫൈഡ്. ഇനി കോൺട്രാക്റ്റിയുടെ ഏജൻറ്റ് അല്ലെങ്കിൽ സർവേയർ അല്ലെങ്കിൽ എൻജിനീയർ പോയി നോക്കുമ്പോൾ വർക്ക് തീർന്നു പക്ഷേ പൂർത്തിയായില്ല എന്ന് പറഞ്ഞാൽ സർട്ടൺ വർക്ക് ഹാവ് ബീൻ പാർഷ്യലി കംപ്ലീറ്റഡ് ബട്ട് നോട്ട് ഫുള്ളി കംപ്ലീറ്റഡ്, അങ്ങനെയുള്ള വർക്കുണ്ടാവും. അതിനെയാണ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് വിളിക്കുക.
അപ്പോൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഐറ്റമാണ് വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. ഇത് ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കും, വാട്ട് ഈസ് വർക്ക് സർട്ടിഫൈഡ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ദി ഏജൻറ്റ് ഓഫ് ദി കോൺട്രാക്റ്റ് വിൽ ഇൻസ്പെക്ട് ദ സൈറ്റ് ആൻഡ് ഹി സർട്ടിഫൈസ് ദാറ്റ് സർട്ടൻ വർക്ക് ഹാവ് ബീൻ സാറ്റിസ്ഫാക്ടറിലി കംപ്ലീറ്റഡ്. ദ വർക്ക് സോ സർട്ടിഫൈഡ് ഈസ് കോൾഡ് വർക്ക് സർട്ടിഫൈഡ്. സർട്ടിഫിക്കറ്റ് കിട്ടിയ വർക്കിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയും. എന്നാൽ തീർന്നു പണി, പക്ഷേ കോൺട്രാക്റ്റിയുടെ ധാരണ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്ന പ്ലാൻ അനുസരിച്ചുള്ള വർക്ക് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടിക നിരത്തി ലെവലൊക്കെ പിടിച്ചു, അതിനിടയിൽ മട്ടി കൂട്ടിയിട്ട് ഫില്ലാക്കിയിട്ടില്ല എങ്കിൽ അവൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. അതിനെയാണ് വർക്ക് തീർന്നു പക്ഷേ ഇത് കിട്ടിയില്ല. അപ്പോൾ ദീസ് ആർ ദ ടു മെയിൻ ഐറ്റംസ് വിച്ച് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇൻ കേസ് ഓഫ് അൺകംപ്ലീറ്റ് കോൺട്രാക്ട്. ദെൻ പ്ലാന്റ്. Opening balance of plant debited and closing balance of plant work uncertified. രണ്ടായി ഇവിടെ പ്ലാന്റ്. Opening balance of plant is debited and the closing balance of plant is credited. The difference between these two amount is simply treated as depreciation. That is, for example, opening balance 1 lakh, closing balance 90,000. അതിനർത്ഥം ഈ 1,90,000 തമ്മിലുള്ള വ്യത്യാസമായ 10,000 രൂപ ഡിപ്രിസിയേഷൻ. അപ്പോൾ ഇനി രണ്ട് മെത്തേഡുണ്ട്. ഒന്നുകിൽ ഓപ്പണിംഗ് പ്ലാന്റ് ഡെബിറ്റ് ചെയ്യുകയും ക്ലോസിംഗ് പ്ലാന്റിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ അതിന് പകരം ഡിപ്രിസിയേഷൻ ഓഫ് പ്ലാന്റ് എന്ന പേരിൽ എത്ര എഴുതുക? 10,000. ഏതെങ്കിലും ഒരു മെത്തേഡെ ഫോളോ ചെയ്യാവുള്ളൂ. ഒന്നുകിൽ ഡയറക്റ്റ് ഡിപ്രിസിയേഷൻ ഡെബിറ്റഡ് ഇൻ ദ കോൺട്രാക്റ്റ് അക്കൗണ്ട്, അതർവൈസ് ഓപ്പണിംഗ് പ്ലാന്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ക്ലോസിംഗ് വാല്യൂ ഓഫ് പ്ലാന്റ് ഈസ് ക്രെഡിറ്റഡ്. ഇനി at the end of the period, certain materials are unused. That is stock of materials. മിച്ചം വന്ന മെറ്റീരിയൽസ് അറ്റ് സൈറ്റ്, SITE, പണി നടക്കുന്ന സ്ഥലത്തിനെയാണ് സൈറ്റ്. മണൽ, ഇഷ്ടിക, എന്താ പറയുക, മെറ്റല് തുടങ്ങിയ സാധനങ്ങൾ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യും. ഇനി മെറ്റീരിയൽസ് നമ്മളിവിടെ സൂക്ഷിക്കുന്നതിന് പകരം സ്റ്റോർസിലേക്ക് മാറ്റും, ഗോഡൗണിലേക്ക് മാറ്റും. വിലയുള്ള മെറ്റീരിയലാണ്. ഫോർ എക്സാമ്പിൾ സിമെൻറ്റ്, കോൺട്രാക്ട് വർക്കിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ പേര് അറിയണം. മണൽ, ഇഷ്ടിക, സിമെൻറ്റ്, മെറ്റല് തുടങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ മെറ്റീരിയൽസ് റിട്ടേൺഡ് ടു സ്റ്റോർസ്. മിച്ചം വന്ന മെറ്റീരിയൽസിനെ കൂട്ടി വയ്ക്കാൻ പറ്റുന്ന സ്റ്റോർസിലേക്ക് മാറ്റി. ഇത് സിമെൻറ്റൊക്കെയാണ് ഇങ്ങനെ ചെയ്യുക. മെറ്റലും മണലൊന്നും നാട്ടുകാർ എടുത്തിട്ട് പോവില്ല, അതുകൊണ്ട് അവിടെ തന്നെ കിടക്കും, പണി നടക്കുന്നവിടെ തന്നെ കിടക്കും. ഇതിനെ ഇങ്ങോട്ട് മാറ്റി. ഇനി അടുത്ത വർഷം വരുമ്പോൾ ഈ മെറ്റീരിയൽസ് സ്റ്റോർസിൽ നിന്ന് സൈറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ മെറ്റീരിയൽസ് ഉണ്ടാവണം നിർബന്ധമില്ല. റിട്ടേൺഡ് ഫ്രം സ്റ്റോർസിൽ നിന്ന് സൈറ്റിലേക്ക് വന്നു. ഇത് സൈറ്റിൽ നിന്ന് സ്റ്റോറിലേക്ക് പോയി, ഗോഡൗണിലേക്ക്. ഇത് ഡെബിറ്റ് സൈഡിൽ, ഇത് ക്രെഡിറ്റ് സൈഡിൽ. ഇതാണ് കോമൺ ഐറ്റം കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റം മെറ്റീരിയൽ, ലേബർ അല്ലെങ്കിൽ വേജസ്, എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും വരും. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ്, മെറ്റീരിയൽസ് റിട്ടേൺഡ് ഫ്രം സ്റ്റോർസ്. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ അൺകംപ്ലീറ്റ് കോൺട്രാക്റ്റാണ് ഞാൻ പറയുന്നത്. കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിന് ഈ പ്രശ്നമില്ല. വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ്, അൺയൂസ്ഡ് മെറ്റീരിയൽസ് അറ്റ് സൈറ്റ്, പിന്നെ എക്സസ് മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർസ്. അക്കൗണ്ട് ബാലൻസ് ചെയ്തു.
ഇവിടെ മിച്ചം കിട്ടുന്നതിനെ ഓർത്തിരിക്കുക, അപ്പോൾ അത് ഓർത്തിരിക്കുക. നോഷണൽ പ്രോഫിറ്റ്, NOTIONAL, നോഷണൽ പ്രോഫിറ്റ്. അതായത് ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് എക്സീഡ്സ് ദ ഡെബിറ്റ് സൈഡ് ഇൻ കേസ് ഓഫ് അൺകംപ്ലീറ്റഡ് കോൺട്രാക്ട്, ദ ഡിഫറൻസ് ഈസ് കോൾഡ് നോഷണൽ പ്രോഫിറ്റ്. വാട്ട് ഈസ് നോഷണൽ പ്രോഫിറ്റ്? ഒരു വൺ വേർഡ് ഉണ്ടോ? അപ്പോൾ ഇത് അൺകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ മാത്രമേ നോഷണൽ പ്രോഫിറ്റ് എന്ന് വരൂ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ട്രാൻസ്ഫേർഡ് ടു PR അക്കൗണ്ട്. ഇനി ഈ നോഷണൽ പ്രോഫിറ്റിനെ ഇങ്ങോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്തു ബൈ നോഷണൽ പ്രോഫിറ്റ് എന്ന് എഴുതി ഇവിടെ കിട്ടിയത്. ഇതിൻ്റെ സർട്ടൺ പോർഷൻ ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് കെപ്റ്റ് ആസ് റിസർവ്. ഈ നോഷണൽ പ്രോഫിറ്റിൻ്റെ വീതം വയ്ക്കുന്നതിന് പൊതുവായ നിയമമുണ്ട്. ഈ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് ടോട്ടൽ കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ കാൽഭാഗത്തിൽ 4/1 കുറവാണ് എങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഫുള്ളി കെപ്റ്റ് ആസ് റിസർവ്. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് ഇഫ് ദ വർക്ക് സർട്ടിഫൈഡ് ഈസ് ലെസ് ദാൻ 1/4 ഓഫ് ദ ടോട്ടൽ കോൺട്രാക്റ്റ് പ്രൈസ്, നോഷണൽ പ്രോഫിറ്റ് ഫുള്ളി കെപ്റ്റ് ആസ് റിസർവ്. Second condition is that if the work certified is in between 1/4 and half of the total contract price, കാൽഭാഗത്തിൽ കൂടുകയും പകുതിയിൽ കുറയുകയും ചെയ്താൽ, പകുതി എത്തരുത്, പകുതി കുറവാണ് എങ്കിൽ കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 ട്രാൻസ്ഫേർഡ് ടു PR അക്കൗണ്ട്, ബാലൻസ് കെപ്റ്റ് ആസ് റിസർവ്. Second condition. Third condition is that if the work certified is at or above half of the total contract price, total contract price-ൻ്റെ പകുതിയോ അതിൽ കൂടുതലോ ആണ് വർക്ക് സർട്ടിഫൈഡ് എങ്കിൽ നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 ട്രാൻസ്ഫേർഡ് ടു PR അക്കൗണ്ട്, ബാലൻസ് കെപ്റ്റ് ആസ് റിസർവ്. അപ്പോൾ ഇവിടെ PR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഫോർമുലയുണ്ട്. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഓർ 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഈ ഫോർമുല ഓർത്തിരിക്കുക. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ഐദർ 1/3 ഓർ 2/3. പകുതിയോ പകുതി കൂടുതലോ ആണെങ്കിൽ 2/3, പകുതി കുറവാണെങ്കിൽ 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇപ്പോൾ കിട്ടിയ വർക്ക് സർട്ടിഫൈഡ് മുഴുവൻ ബുദ്ധിമാനായ കോൺട്രാക്ടർക്ക് കൊടുക്കില്ല. കൊടുത്താൽ പണി ഇട്ടിട്ട് സ്ഥലം വിടും. തേപ്പൊക്കെ അല്ലെ വാർപ്പൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ കെട്ടിടപ്പണിക്ക് പ്രധാനപ്പെട്ട പണി കഴിഞ്ഞു. പിന്നെ ഉള്ളത് തേപ്പ് അല്ലെ ടൈൽസ് അങ്ങനെയുള്ള വർക്കുകളാണ്. അതിന് ചിലവ് കൂടും. വർക്ക് ചെയ്തത് നമുക്ക് വ്യക്തമായിട്ട് അറിയാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ കോൺട്രാക്ടർ വർക്ക് ഇട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി വർക്ക് സർട്ടിഫൈഡ് മുഴുവൻ ക്യാഷായിട്ട് ബുദ്ധിമാനായ കോൺട്രാക്ടർ കൊടുക്കില്ല. ഹി കെപ്റ്റ് എ സർട്ടൺ എമൗണ്ട്. അതിനെയാണ് റീടെൻഷൻ മണി. അടുത്ത വൺ വേർഡ്, റീടെൻഷൻ മണി. Retention money is the difference between work certified and cash received. ഇപ്പോൾ വർക്ക് സർട്ടിഫൈഡ് 5 ലക്ഷം രൂപയുടെ വർക്ക് തീർന്നു. പക്ഷേ കോൺട്രാക്റ്റ് 4 ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ഈ ബാലൻസ് 1 ലക്ഷമാണ്. ഓർത്തിരിക്കുക. വാട്ട് ഈസ് റീടെൻഷൻ മണി? സ്പെല്ലിംഗ് നോക്കണം. RETENTION. റീടെൻഷൻ മണി മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്ക് സർട്ടിഫൈഡ് ആൻഡ് ക്യാഷ് റിസീവ്ഡ്. ഒറ്റ സെൻറ്റൻസിൽ തീരും. വേണമെങ്കിൽ അതിൻ്റെ കൂടെ എഴുതി വയ്ക്കാം. ദ വർക്ക് സർട്ടിഫൈഡ് നോട്ട് ഫുള്ളി പെയ്ഡ് ബൈ ദ കോൺട്രാക്റ്റി ടു ദ കോൺട്രാക്ടർ, സർട്ടൺ എമൗണ്ട് കെപ്റ്റ് ആസ് റിസർവ്, ദാറ്റ് ഈസ് കോൾഡ് റീടെൻഷൻ മണി. കുറച്ച് എമൗണ്ട് പിടിച്ചു വയ്ക്കുന്നു, അതിനെയാണ് റീടെൻഷൻ മണി എന്ന് ഓർമ്മിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. 2022 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ 24ാമത്തെ കണക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ട്.
ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി. 2022-23 ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ നമ്പർ 24. 24-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 24-ാമത്തെ കണക്കിൽ ഫസ്റ്റ് ഐറ്റം കോൺട്രാക്ട് പ്രൈസാണ്, അതിൻ്റെ ആവശ്യമില്ല. സെക്കൻഡ് ഐറ്റം മെറ്റീരിയൽ സെൻഡ് ടു സൈറ്റ്. ടു മെറ്റീരിയൽസ് പ്രധാനപ്പെട്ട ചിലവാണ്. ചിലവുകളൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ടു മെറ്റീരിയൽസ് അത് ടു ലേബർ അല്ലെങ്കിൽ വേജസ് 400. നെക്സ്റ്റ് ഐറ്റം planned installed at site, that is opening. To plant 5,650. Next item work certified, credit side. Work certified 71,500. Cash received from contractee, a contract അക്കൗണ്ടിൽ വരില്ല. Value of plant as on 30th April 2022, that is closing plant. Opening പ്ലാന്റിനെ ഡെബിറ്റ് ചെയ്താൽ ക്ലോസിംഗ് പ്ലാന്റിനെ ക്രെഡിറ്റ് ചെയ്യണം. 4,100. Then next item cost of work done but not certified. Work uncertified. Work uncertified 1,700. Direct expenditure direct expenses 1,200. Establishments, all expenses are debited, whether it direct or indirect. 1,625. Wages outstanding on closing. Wages outstanding 900. ഈ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ വേണമെങ്കിൽ ലേബറിനോട് ആഡ് ചെയ്തിട്ട് എഴുതാം. ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. മെറ്റീരിയൽസ് ഇൻ ഹാൻഡ്, കൈവശം ഇരുന്ന മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് അൺയൂസ്ഡ് മെറ്റീരിയൽ. മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് 700. Direct expense outstanding, expenses outstanding 100. ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, കാലാവധിയായിട്ട് കൊടുക്കാത്തതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വിളിക്കുക. മെറ്റീരിയൽസ് റിട്ടേൺഡ് ടു സ്റ്റോഴ്സ്, ക്രെഡിറ്റ് സൈഡിൽ. ടൂവും ഫ്രം ഓർക്കണം. ടു സ്റ്റോഴ്സ് എന്ന് പറയുന്ന ക്രെഡിറ്റ് സൈഡിൽ, ഫ്രം സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ്. മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോഴ്സ്. ഇത് സിമെൻ്റ് ആയിരിക്കും,
നനഞ്ഞു പോകാതിരിക്കാൻ, നാട്ടുകാരെടുത്തിട്ട് പോകാതിരിക്കാൻ വേണ്ടി 200. കഴിഞ്ഞോ? ടോട്ടൽ ചെയ്ത് നോക്കുക. ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ മിച്ചം കിട്ടുന്നത് നോഷൻ ഓഫ് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ മിച്ചം കിട്ടുന്നത് ലോസ്. ദാറ്റ് ഈസ് ബൈ പി ആൻഡ് എൽ എന്ന് എഴുതി ക്ലോസ് ചെയ്ത് വിടുക. ഇതിൻ്റെ പേ സൈഡ് കൂടെ 5, 6, 7, 6, 13, 20, 22, 3, 4, 22. Total 78,200. Balance notional profit brought down by notional profit 9075. To profit and loss account. Formula notional profit into ഇപ്പോഴാണ് കോൺട്രാക്ട് പ്രൈസിനെ വെരിഫൈ ചെയ്യുക. കോൺട്രാക്ട് പ്രൈസ് എത്ര? 1 lakh. വർത്ത് സർട്ടിഫൈഡ് എത്ര? പകുതി കൂടി ഉണ്ടോ? ഇഫ് ദ വർത്ത് സർട്ടിഫൈഡ് ഈസ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ കോൺട്രാക്ട് പ്രൈസ്, 2/3 ഓഫ് നോഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് 2/3. ശ്രദ്ധിക്കണം, 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡിൻ്റെ ആവശ്യം ഇവിടെയാണ്. ക്യാഷ് റിസീവ്ഡ് എത്ര? 12. ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് 71,500. കണ്ടുപിടിക്കുക. ഫോർമുല ഓർത്തിരിക്കുക. നോഷൻ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഓർ 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഹൗ മച്ച്? 9,075 into 2/3 into 65 divided by 71,500. 5,500. Then balance ചെയ്തു 9075 difference. ഇതിന് നേരെ ടു വർക്ക് ഇൻ പ്രോഗ്രസ്. ഇതാണ് ശരിക്ക് നിയമം. ബ്രാക്കറ്റിൽ റിസർവ്. ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, സർട്ടൺ വർക്ക് അൺകംപ്ലീറ്റ് ആയിട്ടിരിപ്പുണ്ട്. അതിനകത്ത് എന്തെങ്കിലും നഷ്ടം ഉണ്ടായെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടിയാണ് റിസർവിലേക്ക് ക്യാഷ് മാറ്റി വെച്ചിരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ റിസർവ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു കീപ് ദ അൺഎക്സ്പെക്റ്റഡ് ലോസ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിലുണ്ടാകുന്ന അവിചാരിതമായ നഷ്ടം നികത്താൻ വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ് റിസർവ്. ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്. കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, കൈവശം ഇരിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്, സ്റ്റോഴ്സിലേക്ക് അയച്ച മെറ്റീരിയൽസ് ഉണ്ട്, സ്റ്റോഴ്സിൽ നിന്ന് വന്ന മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. അതുപോലെ വേജസിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് എക്സ്പെൻസിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഒരു 95% ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വ്യത്യാസം വരാനുള്ളതെന്ന് പറയുന്നത് ഈ പ്ലാന്റിൻ്റെ ഡിഫറൻസ് ഡിപ്രിസിയേഷനായിട്ട് എഴുതാം. ചില പുസ്തകത്തിലൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദിസ് മച്ച് ഓൺലി അബൌട്ട് എ സ്മോൾ ക്വസ്റ്റ്യൻ ഇൻ ചാപ്റ്റർ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാത്തവർക്ക് വേണ്ടി ക്വസ്റ്റ്യൻ നമ്പർ 24 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 24 ഈ വർക്കൗട്ട് ചെയ്ത കണക്കിന് താഴെ കോപ്പി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ആൻസറും കൂടെ വെരിഫൈ ചെയ്ത് നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഗുണം ചെയ്താൽ അത് തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു.